തൃശൂരിൽ 42 ലക്ഷത്തിലധികം വില വരുന്ന വാക്സ് ഗോൾഡ് കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. പിടിയിലായത് മലപ്പുറം താനൂർ സ്വദേശി ഇസഹാക്കും തൃശൂർ എരുമായൂർ സ്വദേശി അക്ബർ അലിയും. ആലപ്പുഴ മാന്നാറിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പാവൂക്കര സ്വദേശി അനന്തുവാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 132 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കേസെടുത്ത ശേഷം പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. തൃശൂർ കയ്പമംഗലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ മോഷണം. 50ഓളം സ്റ്റീലിന്റെ ജനൽ പാളികളും ഇലക്ട്രിക് വയറുകളും PVC പൈപ്പുകളും മോഷണം പോയി. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ ശല്യം വർദ്ധിച്ചു വരുന്നതായി പരാതി. പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിക്ക് മുസ്ലിം ലീഗ് നിവേദനം സമർപ്പിച്ചു. തൃശൂർ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കൊടിമരത്തിന്റെ ഭിത്തി തകർന്നതിൽ പ്രതിഷേധം. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ VK പ്രദീപ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച തൃശൂർ സ്വദേശി ശ്രീഭദ്ര കിരണിന് അനുമോദനം. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പൊന്നാനി മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. കാഞ്ഞിരമുക്ക് മദർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് അച്യുതൻ വണ്ടൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് വ്യവസായ വാണിജ്യ വകുപ്പും എടവണ്ണ പഞ്ചായത്തും ചേർന്ന് സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T അഭിലാഷ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് അധ്യക്ഷനായി. തൃശൂരിൽ പീതാംബരൻ രാരംഭത്ത് രചനയും നിർമ്മാണവും നിർവഹിച്ച മകരപ്രഭ മ്യൂസിക് ആൽബം ഷൈജൻ ശ്രീവത്സം യൂട്യൂബിൽ റിലീസ് ചെയ്തു. ലയൺസ് ക്ലബ് റീജിയൻ ചെയർമാൻ MC മദനകുമാറും നിരവധി കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ ചെറിയനാട് ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്ഷരങ്ങൾ എന്ന പേരിൽ MT വാസുദേവൻ നായർ അനുസ്മരണ സമ്മേളനം നടന്നു. അനുസ്മരണം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും അമ്മ മലയാളം ചെങ്ങന്നൂർ സാംസ്കാരിക സമിതിയുടെയും നേതൃത്വത്തിൽ.